ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വാസവനാണെങ്കിൽ വിക്രത്തിനെ തേടി പരക്കം പായുകയാണ് കേട്ടോ. വിക്രത്തിനെ കൊല്ലാനുള്ള ദേഷ്യം വാസവൻ്റെ മനസ്സിലുണ്ട്. കാരണം തൻ്റെ ഏകമകനായ വരുണിനെ കൊലപ്പെടുത്തിയത് വിക്രമാണെന്ന് വാസവന് ബോധ്യമായിരിക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ തൻ്റെ മകനില്ലാത്ത ഈ ലോകത്ത് വിക്രമും വേണ്ട, അവനെ വധിച്ച് അവൻ ഇനി ഈ ലോകം കാണരുത് എന്ന ഉറച്ച തീരുമാനത്തോടു കൂടി വിക്രമിനെ കൊല്ലാനൊരുങ്ങാണ് കേട്ടോ വാസവൻ. തൻ്റെ രാഷ്ട്രീയ ഭാവി തുലഞ്ഞു പോയാലും സാരമില്ല, തൻ്റെ മകനില്ലാത്ത ഈ ലോകത്ത് തനിക്ക് എന്തു ഭാവി എന്ന് പറഞ്ഞ് വാസവനാണെങ്കിൽ വിക്രമിനെ തേടി പരക്കം പായുകയാണേ. ഇതേ സമയത്ത് കാര്യങ്ങളൊക്കെ വേദ അറിയാൻ കേട്ടോ. വിക്രമിൻ്റെ ഭാഗത്ത് യാതൊരുവിധ തെറ്റുകൾ ഇല്ല എന്നും വിക്രം ആ സമയത്ത് വർക്ക്ഷോപ്പിലായിരുന്നുവെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ വേദ അറിയാൻ കേട്ടോ. മനഃപൂർവ്വം വിക്രത്തെ കൊടുക്കാൻ വേണ്ടി ആരൊക്കെയോ കൂടി ചേർന്ന് കളിച്ച കളികളാണ് ഇതെന്നും എല്ലാം സത്യം വേദ തിരിച്ചറിയാണേ. അങ്ങനെ വേദയാണെങ്കിൽ വിക്രം എവിടെയെന്ന് അന്വേഷിക്കാൻ കേട്ടോ. ആ സമയത്ത് വിക്രം നമ്മുടെ ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണെന്ന് അറിയാണ്. അങ്ങനെ ശ്രീനിവാസനും വിക്രമിൻ്റെ ഭാഗത്ത് യാതൊരുവിധ തെറ്റുമില്ലാന്ന് ബോധ്യമായതുകൊണ്ട് തന്നെ ഒരു ദിവസം തൻ്റെ വീട്ടിൽ ഒന്ന് ഒളിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ സുധയ്ക്ക് യാതൊരുവിധ താല്പര്യമില്ല. അതായത് നമ്മുടെ ശ്രീനിവാസൻ്റെ ഭാര്യയ്ക്ക് അതിനോടൊട്ടും യോജിപ്പില്ല. എങ്കിലും ശ്രീനിവാസൻ പറഞ്ഞത് കൊണ്ട് മാത്രം മനസ്സോടുകൂടി ഇനി പോലീസ് കേസൊക്കെ ആകുമോ എന്നൊക്കെയുള്ള ഭയമുണ്ടെങ്കിൽ പോലും ശ്രീനിവാസൻ പറഞ്ഞത് കൊണ്ട് മാത്രം വിക്രത്തിനെ അവരുടെ വീട്ടിൽ ഒരു ദിവസം ഒളിച്ച് താമസിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ പുളിക്കനാണല്ലോ ഇതിനെല്ലാം മേൽനോട്ടം വഹിക്കുന്ന ആൾ. അതുകൊണ്ട് തന്നെ പുളിക്കനാണെങ്കിൽ എന്നിട്ട് ശ്രീനിവാസനോട് ചോദിക്കുന്നുണ്ട്, സാറേ അടുത്ത ആഴ്ച ഇലക്ഷനാണ്, എന്നിട്ട് സാറ് ഇപ്പോൾ ഈ ഒരു പരിപാടി കാണിക്കുന്നത് കുറച്ച് അബദ്ധമല്ലേ, ഒന്ന് മാറി ചിന്തിച്ചൂടെ? കാര്യം നമ്മുടെ ആളാണ് വിക്രം, എങ്കിലും നാട്ടുകാർ മൊത്തം പറയുന്നത് അവനാണ് വരുണിനെ കൊന്നതെന്ന്. അതുകൊണ്ട് ഇപ്പം സാറ് അവനെ ചേർത്ത് പിടിച്ചാൽ നമുക്ക് കിട്ടാനുള്ള ഓട്ടും കൂടി സഹതാപ വോട്ടായിട്ട് വാസവന് ചെല്ലും. അതുകൊണ്ട് സാറൊന്ന് ബുദ്ധിപരമായി കളിക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ശ്രീനിവാസൻ പറയുന്നുണ്ട്, അവന് ഒരു രാത്രി അല്ലടോ ഞാനിവിടെ നിർത്തുന്നുള്ളൂ, അവൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല, അതുകൊണ്ട് നമുക്കൊന്നും ഭയക്കാനുമില്ല. നേരം വെളുക്കുന്നതിന് മുമ്പ് അവൻ ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും രക്ഷപ്പെട്ടോളും, പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിയുമ്പോഴത്തേക്കും അവൻ തിരിച്ചു വന്നോളും, അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലായിരിക്കും പുളിക്കൻ വിളിച്ച് ശ്രീകാന്തിനോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഓഹോ അപ്പോൾ അവൻ അവിടെയാണല്ലോ ഒളിഞ്ഞിരിക്കുന്നത്, അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഇപ്പം തന്നെ CI സാറിനെ വിളിച്ചും പിന്നെ വാസവനെ വിളിച്ചും ഞാൻ തകവൽ കൊടുത്തോളാം, അവർ അവിടെ വന്ന് അവനെ പൊക്കിയെടുത്തോണ്ട് പോയിക്കോളും, ഒരു വടിക്ക് രണ്ട് പക്ഷി. അങ്ങനെ എൻ്റെ പെങ്ങന്മാർ കാരണം എനിക്ക് തല ഉയർത്തി നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു, ഇനിയിപ്പോൾ എല്ലാം കലങ്ങി തെളിയാൻ പോകുക, അവളുമാരെ നല്ല ഒരുത്തന്മാരെ കൊണ്ട് കെട്ടിച്ച എനിക്കും അതിൻ്റെ അന്തസ്സുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ പുളിക്കാൻ പറയുന്നുണ്ട്, ദേ സാറേ ഞാനാണ് ഇപ്പോൾ വിളിച്ച് പറഞ്ഞതെന്ന് അറിയും, ഇപ്പം തന്നെ ഇവിടേക്ക് പോലീസുകാരൊക്കെ വന്ന, അതുകൊണ്ട് നേരം വെളുക്കുമ്പോഴത്തേക്കിനും മതി എന്നൊക്കെ പറയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അവൻ എവിടേക്കും പോകാതെ നീ സൂക്ഷിച്ചാൽ മതി എന്നൊക്കെ പറയാണേ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പുളിക്കനാണെങ്കിൽ അങ്ങനെ വിക്രം അവിടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം പുളിക്കനും അറിയാമല്ലോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ പോലീസുകാർ അവിടേക്ക് വരികയാണ്. ആ സമയത്ത് ശ്രീനിവാസൻ സാറ് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ എല്ലാവരും കൂടെ പതിവില്ലാതെ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാർ പറയുന്നുണ്ട്, പതിവില്ലാത്ത കാര്യങ്ങളൊക്കെ പലതും സംഭവിക്കുമ്പോൾ പതിവില്ലാത്തവർ ഇങ്ങനെ വീട്ടിലേക്ക് വന്ന് കയറി നിൽക്കും സാറേ എന്നൊക്കെ പറയാണ്. കാര്യം എന്താണെന്ന് പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്, അല്ല വരുണിനെ കുത്തി കൊലപ്പെടുത്തിയ ഒരുത്തൻ ഇവിടെ ഞെളിഞ്ഞിരിപ്പുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു, അപ്പോൾ അവനെ പിടിക്കാൻ വേണ്ടി വന്നതാ. വരുണിനെ കുത്തിക്കൊന്നവൻ ഇവിടെ എങ്ങനെ കാണാനാ? നിങ്ങൾ വിക്രമിനെയാണോ ഉദ്ദേശിച്ചത്? വിക്രമിനെ തന്നെ. അല്ല അവൻ കുത്തിക്കൊന്നതായിട്ട് ആര് പറഞ്ഞു? അവൻ കുത്തിക്കൊന്നതായിട്ട് ഈ നാട് മുഴുവൻ പറയുന്നുണ്ട്. അതിനുള്ള തെളിവെടുപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അവനെ പൊക്കിയെടുത്ത് കുറ്റം സമ്മതിക്കാനുള്ള കാര്യങ്ങളും മുറകളും ഒക്കെ ഞങ്ങൾക്കറിയാം. പിന്നെ അതൊന്നും ഓർത്ത് സാറ് വിഷമിക്കേണ്ട, ഇപ്പോൾ ഇലക്ഷൻ ടൈമൊക്കെ അല്ലേ സാറേ, ഒന്ന് സൂക്ഷിച്ചും കരുതിയൊക്കെ ഇരിക്കുന്നത് നല്ലതാണ്. ഇതുപോലുള്ള ജയിൽ പുള്ളികളെയും കൊലയാളികളെയൊക്കെ കൂടെ നിർത്തിയാൽ സാറിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ തകിടം മറിയുമേ എന്നൊക്കെ പറയുമ്പോൾ ശ്രീനിവാസൻ പറഞ്ഞിട്ട്, വിക്രം അത് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. പിന്നെ അതിനേക്കാൾ 100% ഉറപ്പാണ് ഇവിടെ ആരെയും ഞാൻ ഒളിപ്പിച്ച് താമസിപ്പിച്ചിട്ടില്ല എന്ന്. പിന്നെ
എന്ന് പറയുമ്പോൾ പോലീസുകാർ പറഞ്ഞില്ല, അത് ഞങ്ങൾ സെർച്ച് ചെയ്തിട്ട് വിശദമായിട്ട് പറഞ്ഞുതരാം. എൻ്റെ വീട് എൻ്റെ അനുമതിയില്ലാതെ സെർച്ച് ചെയ്യാനോ? അതിന് നിങ്ങൾക്ക് ആരാ അധികാരം തന്നത്? അതെ, ഇതൊക്കെ നടക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കോടതിയുടെ ഓർഡറും കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ വീട് മുഴുവൻ അരിച്ചു പറക്കി അവനെയും തൂക്കിയെടുത്തുകൊണ്ട് ഞങ്ങൾ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോലീസുകാരെല്ലാം പരക്കം പാഞ്ഞ് വീട് മുഴുവൻ സെർച്ച് ചെയ്യുകയാണ്. ആ സമയത്ത് നമ്മുടെ വാസവൻ്റെ ഭാര്യയുടെ മുഖമൊക്കെ ആകെ വെളുത്തിരിക്കുകയാണ് കേട്ടോ. ആകെ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. വിക്രം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇനി തങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഭയന്നിരിക്കുകയായിരിക്കും കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ വിക്രം. തന്നെ അന്വേഷിച്ചാണ് പോലീസ് അവിടെ എത്തിയതെന്നും തന്നെ പിടികൂടാൻ വേണ്ടിയിട്ട് എത്തിയതാണെന്നും മനസ്സിലാക്കുന്ന വിക്രമാണെങ്കിൽ പിന്നാമ്പുറത്തുകൂടി ഒരു ഷാളൊക്കെ ജനലിൽ കൂടെ കെട്ടിയിട്ട് മതിൽ ചാടി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോലീസുകാർ അരച്ചു പറക്കിയിട്ടും വിക്രമിനെ കിട്ടുന്നില്ലേ. അങ്ങനെ പോലീസുകാർ ഇറങ്ങി വരുമ്പോഴത്തേക്കിനും വാസവൻ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട്, എന്താ സാറന്മാരെ നിങ്ങൾക്ക് വിക്രമിനെ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ അവനെ ഞങ്ങൾ വരുന്നത് അറിഞ്ഞിട്ട് അവൻ ഇവിടുന്ന് എവിടെയൊക്കെയോ പോയതാ. അത് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. എന്തായാലും അവനെ ഞങ്ങൾ പിടിച്ചിട്ടേ അടങ്ങുള്ളൂ. ഇവിടുന്ന് ഈ ചുറ്റുപാടിൽ നിന്ന് അവന് രക്ഷപ്പെടാനുള്ള സമയമായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പെട്ടെന്ന് പോലീസുകാരൊക്കെ പോകുന്നുണ്ട്. ഈ സമയത്ത് പുളിക്കനും വന്നിട്ട് ശ്രീനിവാസനോട് പറയുന്നുണ്ട്, അപ്പോൾ അവൻ ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രീനിവാസൻ പറയണം, മിക്കവാറും അവൻ ഇവർ വരുന്ന സൗണ്ടൊക്കെ കേട്ട് കാണും, അങ്ങനെ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ട് കാണും, ഇവിടെ കാണാൻ ചാൻസ് ഇല്ല, അവൻ എടുക്കണ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പുളിക്കൻ അങ്ങ് ദേഷ്യം വരികയാണ്. കാരണം വിക്രത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ആ ഒരു രംഗം കാണാൻ വേണ്ടി വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയായിരിക്കുമല്ലോ പുളിക്കൻ. അങ്ങനെ പുളിക്കൻ അങ്ങ് കലി ഇളകിയിരിക്കാൻ കേട്ടോ. ആ സമയത്ത് നമ്മുടെ ശ്രീനിവാസൻ്റെ ഭാര്യ പറയുന്നുണ്ട്, എൻ്റെ ചങ്കിലോ ഇടുത്തി പോയ പോലെയായിരുന്നു, ഞാൻ അങ്ങ് പേടിച്ചിരിക്കുകയായിരുന്നു, ഇനി വിക്രമങ്ങാണം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഭഗവാനെ ഓർക്കാൻ കൂടി വയ്യ. അതേ ശ്രീനിയേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ പരിപാടികളൊക്കെ ഇവിടെ വെച്ചങ്ങ് നിർത്തിക്കോ, വിക്രം എവിടേക്കെങ്കിലും പോയിക്കോട്ടെ, നമുക്ക് വേണ്ട ഓരോ തൊല്ലകളൊന്നും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി പോകുവാനോട്ടോ സുധ. പിന്നീട് കാണിക്കുന്നത് വാസ്തവനാണെങ്കിൽ ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശ്രീകാന്ത് അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താടോ അവനെ പൊക്കിയെടുത്തോണ്ട് പോയോ നമ്മുടെ ആളുകൾ എന്ന് ചോദിക്കുമ്പോൾ അവനെ പൊക്കിയെടുത്തോണ്ട് പോയി, അവനെ നിമിഷ നേരം കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടെന്നോ? എവിടേക്കോ ആ പോലീസുകാർ വരുന്നതിനും വരെ അവൻ ഇവിടെ ഉണ്ടായിരുന്നു. അവർ വരുന്നത് കണ്ടിട്ട് അവൻ പിന്നാമ്പുറത്തോട് ഓടി അങ്ങോട്ട് അവൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി മഷി ഇട്ട് നോക്കിയാൽ അവനെ കിട്ടത്തില്ല. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അത് പറഞ്ഞാൽ എങ്ങനെയാ? അവനിപ്പോൾ അവിടെ നിന്നും അധിക ദൂരം പോയിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ ആളുകൾ അവനെ പിടിച്ചോളും, ഞാൻ വാസവനെ വിളിച്ച് കാര്യം അറിയിച്ചേക്കാം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ പുളിക്കനും പറയുന്നുണ്ട്, എന്തായാലും വേഗം വേണം, അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും, പിന്നെ ഈ കളിച്ചതൊക്കെ വെറുതെയാകും എന്ന് നമ്മുടെ പുളിക്കനും പറയാണേ. അങ്ങനെ ശ്രീകാന്ത് ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കായിരിക്കും കേട്ടോ. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ തന്നെ വേദ അറിയുന്നുണ്ട് കേട്ടോ. വേദയാണെങ്കിൽ ആകെ മനസ്സ് വിഷമിച്ച് സങ്കടത്തോടു കൂടി ഇരിക്കാൻ കേട്ടോ. തൻ്റെ വിക്രമിനെ എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ ക്രൂശിക്കുന്നത് കാണുമ്പോൾ വേദയ്ക്ക് മനസ്സ് വല്ലാതെ പെടുകയാണ്. അങ്ങനെ എന്നിട്ട് വേദയാണെങ്കിൽ നമ്മുടെ വിക്രമിൻ്റെ കൂട്ടുകാരോടൊക്കെ പറയുന്നുണ്ട്, വിക്രമിനെ പുറത്തേക്കെങ്കിലും വിടരുത്, അവിടെ തന്നെ വെച്ചിരുന്നാൽ മതി, പുറത്തൊന്നും ആരും കാണരുത്, വാസ്തവനാണെങ്കിൽ എന്തും ചെയ്യാൻ മടിക്കില്ല, അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് തണുക്കുന്നിടം വരെ വിക്രമിനെ നിങ്ങൾ നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ വേദന ആകെ ആളിക്കത്തുകയാണ് കേട്ടോ. വിക്രമാണെങ്കിൽ തനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം വേദയുടെ മനസ്സിലുണ്ടായിരിക്കുവേ. ആ ഒരു സമയത്തായിരിക്കും രാത്രി നമ്മുടെ ശ്രീകാന്ത് ഫോണിലൂടെ സംസാരിക്കുന്നത്, വിക്രമിൻ്റെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് വേദ കേൾക്കാനിടയാകുകയാണ് കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ ആകെ ഷോക്കടിച്ച് നിൽക്കുകയാണ്. കാരണം നമ്മുടെ ശ്രീകാന്താണ് ഇതിനൊക്കെ പിന്നിലെന്ന് മനസ്സിലാക്കുന്ന വേദയാണെങ്കിൽ ഒരു നിമിഷം തൻ്റെ സഹോദരനെ ഓർത്ത് ആകെ പൊട്ടിപ്പോവുകയാണ് കേട്ടോ. കാരണം ഇത്രയും ക്രൂരനായിരുന്നില്ല ഒരിക്കലും ശ്രീയേട്ടൻ എന്ന് മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ ഇത്രയും ക്രൂരതകൾ തൻ്റെ പെങ്ങന്മാരാണെന്നും അവരുടെ ഭാവിയാണെന്നും ഒന്നും ചിന്തിക്കാതെ ചെയ്തു കൂട്ടിയ ശ്രീകാന്തിനോട് അടങ്ങാത്ത വാശിയും ദേഷ്യവും അമർഷവും ഒക്കെ ഉണ്ട് കേട്ടോ വേദയുടെ ഉള്ളിൽ. ആ സമയത്തായിരിക്കും നമ്മുടെ വാസവനാണെങ്കിൽ വീട്ടിൽ വിക്രമിൻ്റെ വീട്ടിൽ ചെന്ന് അതിക്രമങ്ങളൊക്കെ കാണിക്കുന്നത്. അങ്ങനെ അതിക്രമങ്ങളൊക്കെ കാണിച്ച് മാഷിൻ്റെ കൊങ്ങയ്ക്കൊക്കെ പിടിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും അടിക്കാനും പിടിക്കാനും ഒക്കെ ഇങ്ങനെ ശ്രമിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ഇതെല്ലാം കൂടെ കേട്ട് നമ്മുടെ കമലാമ്മ തലകറങ്ങി വീഴണത്. അങ്ങനെ കമലാമ്മ ഹോസ്പിറ്റലിലാണെന്ന് അറിയുന്ന വിക്രമാണെങ്കിൽ മുഖമെല്ലാം മറച്ച് ഒരു വേഷത്തിൽ ചെന്ന് കമലാമ്മയെ കാണാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അവിടെ എല്ലാം വാസ്തവൻ്റെ ഗുണ്ടകൾ ഉണ്ടായിരിക്കും. അവരുടെ എല്ലാം കണ്ണ് വെട്ടിച്ചായിരിക്കും കമലാമ്മയെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ വിക്രം
എത്തുന്നത്. അപ്പോൾ അവിടേക്ക് വേദയും എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദ വിക്രമിനെയൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ആ ഒരു സമയത്ത് വിക്രമിനെ കണ്ടിട്ട് വാസവനാണെങ്കിൽ പിന്നാലെ പോകുന്നുണ്ട് കേട്ടോ. വാസവൻ്റെ ഗുണ്ടകൾ അന്നേ ദിവസം രാത്രിയാണെങ്കിൽ വിക്രമിനെ തേടി വാസവനും ഗുണ്ടകളും കൂടെ ഇറങ്ങുകയാണ് കേട്ടോ. ഈ സമയത്ത് ഒരു കാട്ടിലേക്ക് ഓടുകയാണ് വിക്രം. അതിൻ്റെ പിന്നാലെ തന്നെ നമ്മുടെ വേദയും അതുപോലെ തന്നെ വിക്രമിൻ്റെ കൂട്ടുകാരും കാണുകയും അങ്ങനെ വാസവനാണെങ്കിൽ ആ അറ്റ കൈക്ക് അവസാനം വിക്രമിനെ പിടികിട്ടാതെ വരുമ്പോൾ തൻ്റെ അരക്കെട്ടിൽ ഒളിപ്പിച്ച ആ ഒരു തോക്കെടുത്ത് വിക്രമിന് നേരെ ചൂണ്ടുകയാണ് കേട്ടോ. വിക്രം പരമാവധി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആ വാസവൻ്റെ ഉന്നം കറക്റ്റ് നമ്മുടെ വിക്രമിലേക്ക് തന്നെ എത്തുകയാണ്. വിക്രമിൻ്റെ ചങ്കിലേക്ക് തന്നെ ആ വെടിയുണ്ടകൾ ആഴ്ന്നിറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ വിക്രമാണെങ്കിൽ അലറി വിളിക്കുകയാണ്. ഈ സമയത്ത് വാസവൻ തൻ്റെ കാര്യം നടന്ന അസംതൃപ്തിയോടുകൂടി വാസവൻ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ ഈ വേദയൊക്കെ പറഞ്ഞ ആ ഒരു സൗണ്ടും കൂടെ കേൾക്കുമ്പോഴായിരിക്കും വാസവൻ അവിടെ നിന്ന് വാസവനും ഗുണ്ടകളും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നത്. ഈ സമയത്ത് വേദയും അതുപോലെ കുമാരനേട്ടനും കൂടെ വരികയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ വിക്രമിനെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോകാൻ നേരം വേദ പറയുന്നുണ്ട്, ഇപ്പോൾ വിക്രമിനെ കൂട്ടി ഹോസ്പിറ്റലിൽ പോയാൽ പിന്നെ പോലീസുകാരെ വിക്രമിനെ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ അറസ്റ്റ് ചെയ്യുകയേ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ വിക്രമിന് മതിയായ ചികിത്സ പോലും കിട്ടില്ല. വാസവൻ അവിടെയും എത്തും. അതുകൊണ്ട് അവിടെ സേഫ് അല്ല, വിക്രമിനെ എൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ആരും അറിയാതെ വിക്രമിനെ വേദയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ്. അങ്ങനെ വേദയുടെ ഒരു ഫ്രണ്ട്, ഡോക്ടറായ ഒരു ഫ്രണ്ടിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ വേണ്ടി ഡോക്ടറെ വിളിക്കാൻ കേട്ടോ. അങ്ങനെ വേദയും കൂടെ ചേർന്ന് വിക്രമിൻ്റെ ആ ചങ്കിൽ തുറച്ച് കയറിയ ഒരു ബുള്ളറ്റൊക്കെ നീക്കം ചെയ്യുന്നുണ്ട്. അങ്ങനെ വിക്രമിനെ പരിചരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വിക്രമ വേദന കൊണ്ട് പുളയുമ്പോൾ നമ്മുടെ മറുവശത്തിരുന്ന് വേദന കൊണ്ട് സഹിക്കാൻ പറ്റാതെ കണ്ണുനീര് വാർത്തത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അങ്ങനെ വിക്രമിനെ ആരും അറിയാതെ പരിചരിക്കുകയാണ് കേട്ടോ. വേദയുടെ സ്നേഹം മുഴുവൻ വിക്രമിന് നൽകുകയാണ്. ഈ സമയത്ത് വിക്രം ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇത്രയും സ്നേഹം ഒളിപ്പിച്ച് വെച്ചിട്ടാണോ നീ എന്നെ വിട്ടു പോയതും എനിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചതും എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, അത് പിന്നെ അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു, അതിന് പിന്നിലൊക്കെ വലിയ കഥകളുണ്ട്. ഒരിക്കലും ഞാൻ തന്നെ ഉപേക്ഷിച്ച് പോയതല്ല, അത് വിക്രമിന് മനസ്സിലായിക്കോളും. എനിക്ക് ഈ എൻ്റെ ജീവിതത്തിൽ വിക്രം കെട്ടിയ ഈ താലി വിക്രമം മാത്രമേ എൻ്റെ കൂടെയുള്ളൂ, എനിക്കത് മാത്രമേ എന്നുമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സെൻറ്റി ഡയലോഗുകളൊക്കെ വേദ അടിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ വേദയ്ക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണെന്നും വേദ ഒരിക്കലും തന്നെ വിട്ടു പോകില്ല എന്നും നമ്മുടെ വിക്രം മനസ്സിലാക്കാൻ കേട്ടോ. എന്നിട്ട് വിക്രം പറയുന്നുണ്ട്, എന്നാലും ഇത് ആരായിരിക്കും ചെയ്തത്, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല, പക്ഷെ എന്നെ ജയിലിലാക്കാനും എനിക്ക് വിട്ട് വെച്ച പാറയാണ്, ഇതാരാന്ന് ഒരിത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. ആ സമയത്ത് വാസവനാണെങ്കിലും എന്നോടുള്ള ശത്രുത വർദ്ധിക്കാനിടയായി തൻ്റെ അനിയത്തി എന്തു പറയുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അവളുടെ കാര്യം എന്ത് പറയാനാണ്, അവൾ അലമുറയിട്ട് കരയായിരുന്നു. അതുപോലെ തന്നെ വിക്രമിനോടും ദേഷ്യമായി, വിക്രമൊക്കെ ഒന്നെന്നാണല്ലോ പത്രത്തിലും മുഴുവൻ വാർത്തകളിലും ഉള്ളത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഇപ്പോൾ എന്നോടും അവൾക്ക് ദേഷ്യമാണ്, അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് വേദയും ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ ആരുടെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം വിക്രം, അതിനെക്കുറിച്ച് തെളിവുകൾ കൂടി ബാക്കിയുണ്ട്, അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറയാം ഇതിന് പിന്നിൽ ആരാണെന്ന് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ വേദയുടെ മനസ്സിൽ ഉണ്ട് നമ്മുടെ ശ്രീകാന്താണെന്ന്. അപ്പോൾ അത് നമ്മുടെ വിക്രമിനോട് തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ പിന്നിൽ തൻ്റെ പിന്നാരെ ഏട്ടനാണെന്ന് നമ്മുടെ വിക്രമിനോട് വേദ തുറന്ന് പറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിൻ്റെ അടുക്കിലേക്ക് വേദ ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ വിക്രത്തിൻ്റെ ആ ഒരു സിറ്റുവേഷൻസൊക്കെ ഒന്ന് മാറുന്നുണ്ട്, വിക്രത്തിന് സുഖപ്പെടുന്നുണ്ട്, സുഖം പ്രാപിക്കുന്നുണ്ട്. ഈ സമയത്ത് ശ്രീകാന്തിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് വേദ പറയുന്നുണ്ട്, തൻ്റെ പ്ലാനിങ്ങുകളെല്ലാം നടന്നു, താൻ എന്തായാലും ചെയ്തത് വളരെ നല്ല കാര്യമാണല്ലോ, താൻ എല്ലാം കൂടെ കൂട്ടിയിണക്കി തനിക്ക് വേണ്ടുന്നത് ഒറ്റയടിക്ക് നേടിയെടുത്തില്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞാൽ, നീ എന്തൊക്കെയായി വിളിച്ചു പോകുന്നത്, നിൻ്റെ ഭർത്താവ് വല്ലവനെയും കൊന്നതിന് ഞാനെന്ത് പിഴച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ, എൻ്റെ ഭർത്താവല്ല ആ വല്ലവനെയും കൊന്നതെന്ന് നിനക്കും എനിക്കും നന്നായിട്ട് അറിയാം, പിന്നെ ശ്രീയേട്ടൻ ഇങ്ങനെ ഉരുണ്ട് കളിക്കേണ്ട കാര്യമില്ല, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ ശ്രീയേട്ടൻ്റെയും വർഷേച്ചിയുടെ അച്ഛൻ്റെയും ആണെന്ന് നന്നായിട്ട് എനിക്കറിയാം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വേദയുടെ ആ ഒരു ആളിക്കത്തുന്ന വാക്കുകൾ കേട്ടിട്ട് നമ്മുടെ ശ്രീകാന്തിന് പേടിയാവുകയാണ് കേട്ടോ. വേദ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കുകയാണ് ശ്രീകാന്ത്.
ശ്രീകാന്ത്. ഈ സമയത്ത് വേദ കാര്യങ്ങൾ മണി പോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്തിന്. അതായത് ശ്രീകാന്ത് അന്നേ ദിവസം നടത്തിയ ആ നാടകങ്ങളെല്ലാം നമ്മുടെ വേദ വിവരിച്ചു കൊടുക്കുകയാണ്. വിക്രമിൻ്റെ ഷർട്ട് പോലെ തന്നെ ഒരു ഷർട്ടിട്ട ഒരു മുഖം മൂടി അണിഞ്ഞ ആൾ വന്ന് വരുണിനെ കുത്തുന്നതും അതുപോലെ തന്നെ പുളിക്കൻ വിളിച്ച് വിക്രമേ എന്ന് വിളിച്ച് പറയുന്നതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ശ്രീകാന്തിന് പറഞ്ഞു കൊടുക്കാനുണ്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, എന്തായാലും വാസുവിൻ്റെ ഗുണ്ടകൾ വിക്രമിനെ അന്വേഷിച്ച് നടക്കുകയാണ്, അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ തീരുമാനം ആക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ എല്ലാവരും അറിയണം, അതുകൊണ്ട് തന്നെ ഇത് കേസായിട്ട് മുൻപോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയണം. ഈ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, നീ ആവശ്യമില്ലാത്ത ഊഹാപോഹങ്ങൾ വെച്ച് നീ നിൻ്റെ സ്വന്തം ഏട്ടനെ ജയിലിലേക്ക് വിടാൻ നിൽക്കല്ലേ, ഞാനല്ല ഇതിനൊന്നും പിന്നിൽ പ്രവർത്തിച്ചത്, നിനക്കറിയാമല്ലോ, നീ ഇപ്പോഴും ആ വിക്രമിനെ അന്ധമായിട്ട് വിശ്വസിക്കുകയാണ്, അവനൊരു ഗുണ്ടയാണ്, അവൻ പഠിച്ചതേ പാടുള്ളൂ, അവൻ അതൊക്കെ ചെയ്യുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ വേദ പറയുന്നുണ്ട്, ഇപ്പോഴും നീ വിക്രമിനെയാണല്ലോ കുറ്റം പറയുന്നത്, ഇപ്പോഴും നീ ചെയ്ത തെറ്റുകൾ നിനക്ക് തിരുത്താൻ നിനക്ക് മനസ്സില്ല അല്ലേ, നിൻ്റെ വൃത്തികെട്ട ചിന്തയിൽ ഇപ്പോൾ നമ്മുടെ അനിയത്തിയാണ് അവിടെ കിടന്ന് ഉരുകുന്നത്, അവളുടെ ആത്മാർത്ഥമായിട്ട് അവൾ സ്നേഹിച്ച പുരുഷനെയാണ് എല്ലാവരും കൂടി ചേർന്ന് ചതിച്ചതും കൊന്നതും എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ എത്രയൊക്കെ ശ്രമിച്ചാലും എത്ര നോട്ടീസ് അയച്ചാലും ഞാൻ വിക്രമിനെ വിട്ടു പോകില്ല, വിക്രം എൻ്റേതാണ്, എനിക്ക് മാത്രം അവകാശപ്പെട്ടാണ്, ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഞങ്ങൾ മരിക്കുകയോളം ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യും എന്ന് നമ്മുടെ ശ്രീകാന്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടായിരിക്കും കേട്ടോ വേദ പോകുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്തിന് അമർഷവും ദേഷ്യവും ഒക്കെ അടക്കി പിടിച്ച് നിൽക്കുകയാണ്. ഒന്നും മിണ്ടാനാവാതെ തൻ്റെ കാര്യങ്ങളും പദ്ധതികളും എല്ലാം വെള്ളത്തിലായി എന്നൊരു തോന്നൽ നമ്മുടെ ശ്രീകാന്തിനുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ വർഷയുടെ അച്ഛനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. വേദ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനി കാര്യങ്ങളെല്ലാം നമ്മുടെ നേർക്ക് തിരിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട്, നീ ടെൻഷനൊന്നും അടിക്കണ്ട, നമുക്ക് ഒരു വക്കീലിനെ പോയി കണ്ടേക്കാം, എന്നിട്ട് കാര്യത്തിൻ്റെ ഗൗരവമൊക്കെ മനസ്സിലാക്കി ഇനി ഇതിന് വേണ്ടിയിട്ട് മറുതായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് കേസ് ഫയൽ കോടതിയിൽ ചെല്ലുകയാണ്. ഈ സമയത്ത് തെളിവുകൾ സഹിതം ശ്രീകാന്തിനെ പൂട്ടുകയാണ് കേട്ടോ വേദ. അങ്ങനെ ഈ വാർത്തകളെല്ലാം കേട്ട് ശങ്കരനാരായണനും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്, ദീപ്തിയും എല്ലാവരും തന്നെ. കാരണം തൻ്റെ ഇതിൻ്റെ കൊലയാളി തൻ്റെ ഏട്ടനാണെന്ന് മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷമാണ്. അങ്ങനെ തൻ്റെ മകൻ ഇത്രയ്ക്ക് ക്രൂരനായിരുന്നു, ഒരാളെ കൊല്ലാൻ മാത്രമുള്ള ആ ഒരു ഇതൊക്കെ തൻ്റെ മകൻ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ആലോചന ശങ്കരനാരായണനും ഇരിക്കുകയാണ് കേട്ടോ. കാരണം ആരും പ്രതീക്ഷിക്കാത്തൊരു വമ്പൻ ട്വിസ്റ്റ് ആയിരിക്കും നടക്കുന്നത്. വിക്രമല്ല കൊന്നത്, പകരം മറ്റൊരാളായിരുന്നു, വിക്രമിൻ്റെ വേഷം ധരിച്ചെത്തിയ മറ്റൊരാളായിരുന്നു. അതും നമ്മുടെ ശ്രീകാന്തിൻ്റെ വർഷയുടെ ഒക്കെ പ്ലാനിങ് വഴി അവരായിരുന്നു കൊന്നതെന്ന് മനസ്സിലാക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു വിധി കേൾക്കാൻ നമ്മുടെ വാസവനും അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ വാസവനാണെങ്കിൽ സത്യങ്ങൾ മനസ്സിലാക്കി വിക്രമിനോട് ചെയ്തതും അതുപോലെ വിക്രമിനെ കൊല്ലാൻ നോക്കിയതിനുമൊക്കെ ക്ഷമ ചോദിക്കുന്നുണ്ട് വാസവനും ഭാര്യയും കൂടി. അങ്ങനെ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, നിനക്ക് ഈ നീ ചെയ്തതിനെല്ലാം ഈ കോടതിയിൽ നിനക്ക് ശിക്ഷ കിട്ടിയില്ലെങ്കിൽ ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കും, നീ നോക്കിക്കോ, നീ കരുതിയിരുന്നോ എന്നൊക്കെ വാസവൻ വെല്ലുവിളിച്ചിട്ടായിരിക്കും കേട്ടോ ശ്രീകാന്തിനെ വെല്ലുവിളിച്ചിട്ടായിരിക്കും പോകുന്നത്. അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ കോടതിയിലെ പുഷ്പം പോലെ കാര്യങ്ങളെല്ലാം തെളിയിക്കാൻ കേട്ടോ വിക്രമിനെ ഈ കേസിൽ നിന്നും ഊരിക്കൊണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ തെറ്റ് ചെയ്തവർക്ക് തക്ക ശിക്ഷയും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദ വിക്രമിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് സുഖമായിട്ട്, അതായത് വിക്രമിനോടൊപ്പം സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ കേട്ടോ. ഈ സമയത്ത് വിക്രം പറയുന്നുണ്ട്, താനെന്ന് എന്നോടൊരു കാര്യം പറഞ്ഞത് താൻ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് കാര്യം എന്ന് പറയുമ്പോൾ, അല്ല നമ്മൾ ഒരു വർഷമായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് ജീവിക്കുകയാണെന്ന്, ഭാര്യ ഭർത്താക്കന്മാരായിട്ട് എന്തെങ്കിലും ഒരു ദിവസം ജീവിച്ചു എന്നും താൻ ചോദിച്ചില്ലേ, അതുകൊണ്ട് ഇനി ആ പരാതി കേൾക്കാൻ ഞാനില്ല, അതങ്ങ് തീർത്തു തരാമെന്ന് വെച്ചു എന്ന് പറഞ്ഞിട്ട് കുറച്ച് റൊമാൻറ്റിക് സീൻസൊക്കെ കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ മുൻപോട്ട് അവർ സന്തോഷത്തോടെ മുൻപോട്ട് പോകുന്നതൊക്കെ ആയിരിക്കും കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ വിക്രമിന് വേണ്ടി വിക്രമിൻ്റെ ഒരു സുഹൃത്തായിട്ട് വാസുവനും വിക്രമിൻ്റെ കൂടെ കാണും എല്ലാ കാര്യങ്ങൾക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഡിവോഴ്സ് നോട്ടീസ് ആണെങ്കിൽ വിക്രം വേദയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. താൻ എനിക്ക് അയച്ച നോട്ടീസാണ്, ഇനി ഇതെന്താ ചെയ്യേണ്ടത്, ഇത് നമുക്ക് കോടതിയിൽ കൊടുക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അയ്യടാ ഇപ്പോൾ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഡിവോഴ്സ് നോട്ടീസ് കീറിക്കളയാൻ കേട്ടോ. അങ്ങനെ അതിന് പിന്നിലുള്ള സത്യവും നമ്മുടെ
വിക്രമിന് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ വേദ. അതായത് അച്ഛനെ പിടിച്ചുകൊണ്ട് പോയതും അങ്ങനെ അച്ഛനെ വിടണമെന്ന് ഭീഷണിപ്പെടുത്തിയതും പിന്നെ മറ്റ് വിക്രമിന് അപായപ്പെടുത്തുമെന്ന് പറഞ്ഞതും അതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു താൻ ഇവിടെ നിന്നും മാറി നിന്നെന്നുള്ള സത്യങ്ങളെല്ലാം വിക്രമിന് മുൻപിൽ തുറന്ന് കാണിക്കുകയാണ് കേട്ടോ വേദ. മാഷിനോടും പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് വിക്രമിനും ആകെ സങ്കടമാകുകയാണ് കേട്ടോ. എന്നിട്ട് വിക്രം പറയുന്നുണ്ട്, എനിക്കറിയായിരുന്നു താൻ ഒരിക്കലും എന്നെ വിട്ടു പോകില്ല, ഇതിന് പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. എന്നാലും തൻ്റെ ഏട്ടൻ എന്താണോ എന്നോട് ഇത്ര വൈരാഗ്യവും ദേഷ്യവും, ഞാൻ തൻ്റെ ഏട്ടനോട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല, പിന്നെ എന്തുകൊണ്ടാണ് തൻ്റെ ഏട്ടൻ എന്നെ ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അവർ പരസ്പരം പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്തൊക്കെ വേദ പറയുന്നുണ്ട്, എൻ്റെ ഏട്ടൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, അനിയത്തിമാരെന്ന് വെച്ചാൽ ജീവനായിരുന്നു. പക്ഷേ വിക്രം എന്ന കഴുത്തിൽ താലി കെട്ടിയോ അന്ന് മുതലായിരുന്നു ഏട്ടൻ്റെ ഈ ഒരു മാറ്റം. അത് സത്യം തന്നെയാണ്. ഏട്ടനോട് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ബന്ധത്തിൽ നിന്ന് വിട്ടു വരാൻ. പക്ഷെ ഞാൻ അത് കേട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നോടുള്ള ആ ഒരു ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഏട്ടൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതാണ് ഇത് ഓരോന്നൊക്കെ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത്. അതുപോലെ തന്നെ ഇപ്പം ദീപ്തിയാണെങ്കിലും വരുണിനെ പ്രേമിച്ചു. വരുണ് സമൂഹത്തിൽ വരുണിന് നല്ലൊരു പേരൊന്നും ഇല്ലല്ലോ. സമൂഹത്തിൽ വരുണിനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്ന ഒരാളല്ലേ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെ അളിയന്മാരായിട്ട് സ്വീകരിക്കാൻ ഏട്ടന് ഒട്ടും തന്നെ താല്പര്യമില്ല. പിന്നെ സ്വത്തുക്കളെല്ലാം സൂക്ഷിച്ചു വെക്കുന്ന ആളുമാണല്ലോ. ഇതെല്ലാം ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എല്ലാം ഒരുമിച്ച് വിഴുങ്ങാലോ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ വേദ.